ഫീൽ ചെയ്യാറുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് ഈ കമ്മ്യൂണിറ്റി എന്നുള്ളത് ഒരു ഐഡിയ വേണം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ശിവദാസൻ ടു ഷെയർ ദി പർപ്പസ് ആൻഡ് വിഷൻ ബിഹൈൻഡ് ദിസ് അസോസിയേഷൻ. ഒന്ന്, നമ്മളിവിടെ ആളുകളുടെ ജോബിന്റെ കാര്യങ്ങൾക്ക് അവർക്ക് ഇൻഫർമേഷനും ഗൈഡൻസും പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരു കാര്യം കൂടിയാണ് നമ്മൾ പ്രൈം അജണ്ട. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പുതുതായി വരുന്ന ആൾക്കാർക്ക് അവരുടെ എന്താ പറയുക, അവരുടെ വന്നു കഴിഞ്ഞ് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം. അവർക്ക് വന്ന കുറേ ആൾക്കാർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. ഞാൻ ബേസിക്കലി ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ ഗുണം ഇപ്പോൾ ഞാൻ ഒരാൾക്ക് ചെയ്യുന്നത് നമ്മൾ കുറെ പേരിലേക്ക് എത്തുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അപ്പൊ കമ്മ്യൂണിറ്റിക്കകത്തുള്ള എല്ലാവർക്കും അവരവരുടെ സുഹൃത്തുക്കളും അങ്ങനെ പരസ്പരം പറഞ്ഞ് അറിഞ്ഞിട്ട് എല്ലാവർക്കും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. മൂന്നാമത്തത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് എന്താ പറയുക, എല്ലാവരും പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. പിന്നെ നാലാമതായിട്ട് നമ്മളെ ഇതിന് ബേസ് ചെയ്തിട്ട് കൾച്ചറൽ ഈവൻസ്, സോഷ്യൽ ഈവൻസ്, എഡ്യൂക്കേഷണൽ സെഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഭാവിയിലേക്ക് ഓരോ ഇതായിട്ട് ചെയ്യും. അപ്പോൾ നമ്മളെ മെമ്പേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാം എന്താ പറയുക, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. അത് പല ഇതിലായിരിക്കും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ജോലിയുടെ കാര്യമായിരിക്കും, ചില ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് നമ്മളൊരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റണം അത് നമ്മൾ ചെയ്യും. അഞ്ചാമത് പറയുന്നത് വെച്ചാൽ നമ്മള് വേറെ അസോസിയേഷൻസ് ആയിട്ട് നമ്മള് മത്സരിക്കാനോ ഇതിനൊന്നുമില്ല. നമ്മളെ ലൈന് വേറെയാണ്, നമ്മള് പോണ വഴി വേറെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമുക്കൊരു ജോലിക്ക് പോയി കഴിഞ്ഞാലും ഒരു ഫിനിഷ് കോഴ്സ് പഠിക്കുന്നതിൻ്റെ ഇതും കുറച്ചും ചിലവർക്കൊന്നും ആർക്കൊന്നും അറിയാൻ മേല. അപ്പോൾ ആ ഒരു ബേസിൽ നമുക്കിവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമുക്ക് കുറച്ച് ഹെൽപ്പിങ് പാർട്ട് ടൈം ജോബിനായിട്ടും ചെറിയ രീതിയിൽ ഇവിടുത്തെ എക്സ്പെൻസൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് ഇവിടുത്തെ ജീവിച്ചു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതിൻ്റെ ഒരു ബേസിൽ നമുക്ക് നല്ലതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഓൾ ഇത് വെച്ച് നോക്കുമ്പോൾ, ഓൾ ടുഗദർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. മുമ്പോട്ടും നമുക്ക് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഇതായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. You might not have heard the party, but you may have heard the name Sanam Marin. She was a former prime minister and she was from our party. So basically, I'm originally from Pakistan. I'm from നല്ല നിങ്ങളുടെ ചെണ്ട കൊട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അതൊന്നും ചെണ്ടയല്ല, എന്നാലും അത് ആസ്വദിക്കാൻ പറ്റി. നാട്ടിൽ അതെല്ലാം നമുക്ക് മിസ് ചെയ്യുന്നത്.
ഇവൻ്റ് അടിപൊളിയായിരുന്നു, പൊളിച്ചു അടുക്കി. എസ്പെഷ്യലി മറ്റേ നമ്മുടെ കളരി പ്രോഗ്രാം അതൊക്കെ കുറേ ആയിരുന്നു കണ്ടിട്ട്, കേരളത്തിൻ്റെ തനിമയായ പ്രോഗ്രാം. അതൊക്കെ കണ്ടപ്പം വളരെ നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ തോന്നി. പൊളിച്ചടുക്കി. അതായത് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് മീൻസ് എല്ലാവരുടെയും ആവശ്യകത പരിഗണിക്കുന്നു, പിന്നെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നു. പിന്നെ അങ്ങനെ വേറെ പുതിയതായി വന്നവരെന്നോ പഴയതായി വന്നവരെന്നോ എന്നുള്ളൊരു ഇതില്ല. അപ്പം അതാണ് ബേസിക്കലി ഇതിലേക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കിപ്പിക്കുന്നത്. ഈവനിങ് വണ്ടർഫുൾ ആയിരുന്നു ഇന്നത്തേത് പ്രോഗ്രാം. നമ്മളെവിടെ ചെന്നെന്ന് പറഞ്ഞാൽ മലയാളികൾ കൂട്ടായ്മകളും കൂടി നമ്മൾക്ക് നമ്മുടേതായ ഒരു ലോകം അല്ലെങ്കിൽ നമുക്കായിട്ടൊരു സ്പേസ് നമ്മൾ സൃഷ്ടിച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നവർ, നമുക്കെപ്പോഴും ഇങ്ങനെയുള്ള നമ്മളുടെ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും സോഷ്യൽ ആക്ടിവിറ്റീസും നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമുക്ക് കൂടുതൽ ബന്ധങ്ങളും കൂടുതൽ നമ്മളുമായിട്ടുള്ള സഹകരണം എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മളുടെ മെയിനായിട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് നമ്മൾ ഓരോ ഓഫീസുകളിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ വരുന്നതിൻ്റെ മെയിൻ കാരണം. പക്ഷേ ഈ ഒരു സന്തോഷം ഈ ഒരു സൗകര്യം ഒരുമിച്ച് കാണുമ്പോൾ നമ്മുടെ മക്കൾ ഇപ്പം ഇന്നത്തെ അവസ്ഥ നമുക്കറിയാലോ, എൻ്റെ മക്കൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് അച്ഛനും അമ്മയും അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ കാവേരി യുസ്തവാൻ എല്ലാവരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഇതൊരു 30 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സൗകര്യമാണോ? ഒരിക്കലും ഇല്ല. 30 യൂറോ അല്ല, 3000 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ? ഇല്ല, ഒരിക്കലും കിട്ടില്ല. ഇതൊരു നമ്മുടെ കൂട്ടായ്മയെന്ന് മാത്രം കിട്ടുന്ന ഒരു സുഖമാണ്. ഈ സുഖം അനുഭവിക്കാൻ യോഗം വേണം എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. ഗ്രൂപ്പ് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. നല്ലൊരു ഇപ്പം പലവർക്കും ഉള്ള പ്രശ്നമാണ് ഉണ്ണി പറഞ്ഞിട്ടുള്ളത്. അതായത് പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി അറിഞ്ഞുകൂടാ, പിന്നെ ജോലി കിട്ടാനുള്ള പ്രശ്നം. അപ്പോൾ അതൊക്കെ നമുക്ക് ഏറെക്കുറെ പരിഹാരങ്ങൾ വരുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പം ഓൾ ദ ബെസ്റ്റ്, ഗ്രേറ്റ് ഐഡിയ. ഇനി നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മ അതിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലതായതുകൊണ്ട് കാണാനും അത് ആൾക്കാരെ പരിചയപ്പെടാനും അതിൽ പങ്കെടുക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് എവറിത്തിങ് ഈസ് നീറ്റ്ലി അറേഞ്ച്ഡ്. ഫുഡ് കൊള്ളാം. പിന്നെ മൊത്തത്തിൽ പിന്നെ പലരെയും പരിചയപ്പെടാൻ പറ്റി. ബ്യൂട്ടിഫുൾ പ്രോഗ്രാം. എന്താ പറയുക, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതുപോണക്ക് ഇത്രയും ഭയങ്കര ക്ലോസ് ആയിട്ട് എല്ലാവരുമായിട്ട് ഇടപഴകിയ ഒരു പ്രോഗ്രാം. നമ്മൾ ഇത് മുമ്പേ പ്രോഗ്രാംസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ബട്ട് സ്റ്റിൽ എന്താ പറയുക, എന്തൊക്കെയോ അവിടെ ഒരു ലാക്കിങ് ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് അത്ര ഒരു ക്ലോസ് അല്ലായിരുന്നു. ബട്ട് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ്, നമ്മളെല്ലാവരും പരിചയപ്പെട്ടു. സോ നെക്സ്റ്റ് ടൈം ഇതിനൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. ആദ്യമായി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു വലിയ കൂട്ടായ്മയുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ അത് നല്ല വിജയകരമായിട്ട് ഇന്ന് കഴിഞ്ഞു. അത് മാത്രമല്ല, നമ്മൾ എല്ലാവരും വല്ലപ്പോഴും ഒരു കൂട്ടായ്മ പോലെ നമുക്ക് എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല. അപ്പം എനിക്ക് അങ്ങനെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു കൂട്ടായ്മ നല്ലതായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
കുട്ടികളാണെങ്കിലും ഇപ്പോൾ എഡ്യൂക്കേഷൻ വരുന്നു, അവർക്ക് ഗൈഡ് ചെയ്യാൻ ഒരു യൂണിവേഴ്സിറ്റി പോകുമ്പോഴേക്കും പലരും പറയും ആ യൂണിവേഴ്സിറ്റി പോയി ഈ യൂണിവേഴ്സിറ്റി പോകും, പക്ഷേ പ്രോപ്പറായിട്ട് ഗൈഡൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് കുറേ വർഷമായി ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവർ ആ കുട്ടികളെയൊക്കെ ഒന്ന് നന്നായിട്ട് ഗൈഡ് ചെയ്യാനും, എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മോൻ വന്നപ്പോൾ തന്നെ അവൻ ഒത്തിരി സഫർ ചെയ്തു. അവൻ പല സ്ഥലത്തും പോയിട്ട് ഒരു ഐഡിയയും കിടത്തില്ല. ലാസ്റ്റ് അവൻ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കരുത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഒരു അസോസിയേഷൻ ഒന്നും ഇല്ല നമ്മുടെ ഒരു യൂണിറ്റിൽ. ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ അങ്ങനെ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും പിന്നെ അതുപോലെ തന്നെ ഫാമിലിയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ പലർക്കും പല ഡൗട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു കാര്യം. കാരണം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്ക് നാട്ടിലെ അതുപോലുള്ള സഹകരണമുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്നതും അവരോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നതും അതൊക്കെ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനൊരു കൂട്ടായ്മ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സൂപ്പറായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ തനിമയുള്ള കളരി പോയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ഡാൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ മലയാളീസിൻ്റെ ഒരു നല്ലൊരു കൂട്ടായ്മ തന്നെയായിരുന്നു. പൊതുവെ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. ഇനിയും ഇതുവരെ നിലപെട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. I have been to many associations, especially the last 2 weeks, and this was the most important for me in way of I enjoyed a lot. I even don't know your language, but I can still feel and know what's going on, especially the music and dance part was much. നല്ലൊരു സൂപ്പർ പരിപാടി. എന്താ പറയണ്ടേ, ഫസ്റ്റ് ഒരു ഇവൻ്റ് ആണെങ്കിലും നല്ല ബെറ്ററായിട്ട് സൂപ്പറായിട്ട് ചെയ്തു. അതിന് മാത്രം എഫേർട്ട് എടുത്തേക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാം ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അവർക്കെല്ലാം ബിഗ് താങ്ക് യു. പരിപാടി ഗംഭീരമായിരുന്നു. എസ്പെഷ്യലി ഇറ്റ്സ് നോട്ട് എ കമ്പാരിസൺ. നമുക്ക് അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ നമുക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുറച്ചുകൂടി ക്ലോസ് ആണ്, നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ളൊരു അവസരമുണ്ട്. അതാണ് പിന്നെ മെയിനായിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ്കോഴ്സ് എൻ്റെ ഹസ്ബൻഡ് ഇപ്പം വന്നിട്ട് ഏകദേശം 1 year ആയി. സ്റ്റിൽ ഹീ ഈസ് സെർച്ചിങ് ഫോർ എ ജോബ്. നമുക്കിതുവരെ കണ്ടെത്താനായിട്ടില്ല. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ ഹെൽപ്പ് ചോദിച്ചെടുത്തല്ല നമുക്ക് വാതിലടച്ചിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ്. ആ ഒരു പ്രതീക്ഷ തന്നെ അല്ല കേട്ടോ, അതിന് മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണം. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ നെയിം കുട്ടനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ്. അപ്പം നിങ്ങൾ ഞങ്ങളെയും കൂടി സപ്പോർട്ട് ചെയ്യണം.